സ്വകാര്യവൽക്കരണ നിയമം പിൻവലിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുക. ആണവാർജ്ജ മേഖലയിലും വൈദ്യുതി മേഖലയിലും സ്വകാര്യവൽക്കരിക്കാൻ ആവശ്യമായ നടപടി കേന്ദ്ര ഗവൺമെന്റ് പിൻവലിക്കുക. അങ്ങനെ തുടങ്ങി 13ഓളം മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പണിമുടക്കിന് നേതൃത്വം കൊടുത്തതിന് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് രാജ്യം ഭരിക്കുന്ന BJP-യുടെ ഗവൺമെന്റ് ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോടും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളോടും ഒരു കൂടിയാലോചനയും നടത്താതെയാണ് കൂടപ്പം പോലെ 5 ബില്ലുകൾ ഈ പാർലമെന്റിനകത്ത് പാസാക്കിയത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ലേബർ കോഡ് ബില്ല്. നമ്മുടെ രാജ്യത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അവർക്ക് 29ഓളം നിയമങ്ങൾ 136 വർഷം മുമ്പ് ലോകത്താകമാനം തൊഴിലാളികൾ സമരം നടത്തിയതിന്റെ ഭാഗമായിട്ട് തൊഴിലാളികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ, ആ അവകാശങ്ങളുടെ ഭാഗമായിട്ട് 29ഓളം നിയമങ്ങൾ ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു. ആ 29ഓളം തൊഴിൽ നിയമങ്ങളാണ് 4 കോഡുകളാക്കി ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികളെ അടിമവേല ചെയ്യിപ്പിക്കുന്നതിലേക്ക് ഇന്ത്യൻ കോർപ്പറേറ്റ് മുതലാളിക്ക് ഇന്ത്യൻ രാജ്യത്തെ തൊഴിലാളികളെ അധ്വാനത്തെ ചൂഷണം ചെയ്തുകൊണ്ട് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കുന്നതിലേക്ക് അവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഗവൺമെന്റാണ് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP-യുടെ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് അവസാനം ഈ പണിമുടക്കിന് തൊട്ടു മുമ്പാണ് അമേരിക്കയുമായി ബന്ധപ്പെട്ട വ്യാപാര കരാറിൽ ഏർപ്പെട്ടത്. നമ്മുടെ രാജ്യത്തിന്റെ കാർഷിക മേഖലയും നമ്മുടെ രാജ്യത്തിന്റെ വ്യാപാര മേഖലയും ട്രംപിന്റെ കയ്യിൽ, അതിന്റെ കടിഞ്ഞാൻ ട്രംപിന്റെ കയ്യിലേക്ക് എത്തിക്കുന്നതിലേക്കാണ് രാജ്യത്തെ ഭരണാധികാരികൾ കോർപ്പറേറ്റ് തൊഴിലാളിമാർക്കും സാമ്രാജ്യത്വ അധിനിവേശ ശക്തികൾക്ക് അടിമവേല ചെയ്യുന്ന ഒരു ഭരണകൂടമായി ഇന്ത്യ രാജ്യത്ത്. ജനാധിപത്യത്തിൽ അവർ ജനങ്ങളുടെ സമ്മതം വാങ്ങിയിട്ടാണ് അധികാരത്തിൽ വരുന്നത്. ആ ജനങ്ങളോട് സംസാരിക്കാനുള്ള മാന്യത അവർ കാണിച്ചില്ല നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. അതിന്റെ ഭാഗമായിട്ട് എന്താ വന്നത്? ഇന്ന് ഒരു തൊഴിലും ഈ രാജ്യത്തിനകത്ത് സംരക്ഷിക്കപ്പെടേണ്ടതില്ല എന്ന രത്നച്ചുരുക്കമാണ് ഈ 4 കോഡുകളുടെ ഭാഗമായിട്ടുണ്ടായത്. തൊഴിലാളികൾക്ക് വേണ്ടത് മിനിമം കൂലിയാണ്. മിനിമം കൂലിയെ പറ്റി എന്താണ് പറയുന്നത്? മിനിമം കൂലിയും City Gold, Gold and Diamonds, Kerala and Karnataka.